ഹസ്രത്ത് നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നമ്മൾ ഡൽഹിയിലെ ചരിത്രവും ആത്മീയതയും ഇഴചേർന്ന് കിടക്കുന്ന പ്രധാന ഇടങ്ങളിലേക്കുള്ള ഒരു യാത്രയാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ ഒന്നാമത്തെയാണ് ഹസ്രത്ത് നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷൻ. ഡൽഹിയിലെ ഏറ്റവും തിരക്കേറിയ റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്നാണിത്. ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള മിക്ക ട്രെയിനുകളും ഇവിടെയാണ് എത്തിച്ചേരുന്നത്. പ്രശസ്ത സൂഫി വര്യനായ ഹസ്രത്ത് നിസാമുദ്ദീൻ ഔലിയയുടെ പേരാണ് ഈ സ്റ്റേഷന് നൽകിയത്. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും അധികം ദൂരെയല്ലാതെ സ്ഥിതി ചെയ്യുന്ന അതീവ ശാന്തമായ ഒരിടമാണ് നിസാമുദ്ദീൻ ദർഗ. ലോക പ്രശസ്ത സൂഫി വര്യൻ ഹസ്രത്ത് നിസാമുദ്ദീൻ ഔലിയയുടെ മക്ബറയാണ് ഇവിടെ ഉള്ളത്. 14-ാം നൂറ്റാണ്ടിലാണ് ഇത് നിർമ്മിക്കപ്പെട്ടത്. ഇവിടുത്തെ വൈകുന്നേരങ്ങളിൽ ഖവാലി സംഗീതം ലോക പ്രശസ്തമാണ്. ജാതിമത ഭേദമന്യേ ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ പ്രാർത്ഥനയ്ക്കായി എത്തുന്നു. പല പാതയിലൂടെ ഈ ദർഗയിലേക്ക് നമുക്ക് എത്തിച്ചേരാം. ഏകദേശം 4 പാതയാണ്ട് ഉണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. നമ്മൾ ഉച്ച സമയത്ത് പോയതുകൊണ്ട് വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. നമുക്ക് പള്ളി കാണാൻ പറ്റി, ദർഗയ്ക്ക് ഉള്ളിൽ കാണാൻ പറ്റി. പിന്നെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് നിസ്കാരം കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ദർഗയിൽ നിറച്ച് ആളുകളായിരുന്നു. ഇങ്ങനെ ചെറിയ ചെറിയ ഇടവഴി കൂടി ആണ് നമ്മൾ പോകേണ്ടത്. അതിന് ചുറ്റും ഇങ്ങനെ ചെറിയ ചെറിയ കടകള്. നമുക്ക് വളരെ കുറച്ച് സമയം ഉള്ളായിരുന്നു, അതുകൊണ്ട് പെട്ടെന്ന് എല്ലാം കണ്ടു തീർക്കണമായിരുന്നു. നമുക്കൊരു മെയിൻ പർപ്പസിനാണ് നമ്മൾ ഡൽഹിയിൽ എത്തിയത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ടൈമിൽ നമ്മൾ പെട്ടെന്ന് ഇതൊക്കെ കാണാം എന്നുള്ളത് കൊണ്ടിട്ടാണ് നമ്മൾ യാത്ര തുടങ്ങിയത്. നേരെ നമ്മൾ ഇന്ത്യ ഗേറ്റ് കാണാനാണ് പോയത്. നല്ല രസമായിരുന്നു. നല്ലൊരു ചെറിയ തണുപ്പും എന്താ പറയാ നിറച്ച ആളുകളും. നമുക്ക് ചുറ്റിനും കുറെ ആളുകൾ വരും പല ഐഡിയാസുമായിട്ട്. നമ്മൾ ഭയങ്കര സ്കാം നടക്കുന്ന ഏരിയയാണ്, അതുകൊണ്ട് നമ്മൾ അതിനകത്തൊന്നും ശ്രദ്ധിക്കാൻ നിന്നില്ല. നേരെ റെഡ് ഫോർട്ടിലോട്ട് വിട്ടു. റെഡ് ഫോർട്ട് അഥവാ ചെങ്കോട്ട മുഗൾ ഭരണകാലത്തിന്റെ പ്രതാപം വിളിച്ചോതുന്ന ചുവന്ന മണൽക്കല്ലിൽ തീർത്ത അത്ഭുതം. 1638 മുഗൾ ചക്രവർത്തിയായ ഷാജഹാൻ ആണ് ചെങ്കോട്ട നിർമ്മിച്ചത്. യമുന നദിയുടെ തീരത്തുള്ള ഈ കോട്ട മുഗൾ സാമ്രാജ്യത്തിന്റെ അധികാര കേന്ദ്രമായിരുന്നു. നമ്മുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനത്തിൽ പ്രധാനമന്ത്രി ഇവിടെയാണ് പതാക ഉയർത്തുന്നത്.